നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ. ഉറക്കവും ഉപബോധ മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ പലരും ഇപ്പോൾ ലൂസിഡ് ഡ്രീമിംഗ് എന്ന വാക്ക് മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കായി വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകാം. നമ്മൾ ഇടയ്ക്കിടെയെങ്കിലും സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നം കാണുമ്പോൾ പക്ഷേ ഇത് സ്വപ്നമാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം അല്ലെങ്കിൽ ബോധം നമുക്കുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത രീതിയിൽ ഭയം ഉണ്ടാവുകയും ആ ഭയത്തെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. ഇതിന് കാരണം നമ്മൾ സ്വപ്നമാണ് കാണുന്നതെന്ന വിവരം നമുക്കില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ സ്വപ്നമാണ് കാണുന്നത് എന്ന് സ്വപ്നത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിലും അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കാണാൻ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. മമ്മൂട്ടിയുടെ കൂടെ ചായ കുടിക്കുന്നത് സ്വപ്നത്തിൽ കാണാം, അല്ലെങ്കിൽ സൂപ്പർമാനെ പോലെ ആകാശത്തൂടെ പറന്നു നടക്കാം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ സ്വപ്നമാണ് നമ്മൾ കാണുന്നത് എന്നുള്ള ബോധം നമുക്ക് വരണം. അപ്പോൾ എങ്ങനെയാണ് ഈ ബോധം നമുക്ക് ഉണ്ടാവുക? അവിടെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് വിശദീകരിക്കാൻ പോകുമ്പോൾ ഞാൻ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം നിങ്ങൾക്ക് പലർക്കും ചോദിക്കാനുണ്ടായിരിക്കാം. അതിനുള്ള ഉത്തരം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാനുള്ള ടെക്നിക്കുകളൊന്നും ഉപയോഗിക്കാതെ സ്വയം ലൂസിഡ് ഡ്രീമിംഗ് അല്ലെങ്കിൽ സ്വയം ഞാൻ സ്വപ്നം കാണുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വേണ്ടിയ രീതിയിൽ ഞാൻ സ്വപ്നത്തെ കാണാൻ തുടങ്ങിയത്. എല്ലാ ദിവസവും ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല, ശരി തന്നെയാണ്. എങ്കിലും സ്വപ്നമാണെന്ന് മനസ്സിലാകുമ്പോഴൊക്കെ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യുക എന്നതിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. തുടക്കക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യമായി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ധ്യാനിക്കാൻ ശ്രമിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം. അടുത്തത് നമ്മൾ കാണുന്ന സ്വപ്നത്തെ എഴുതി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിറ്റേന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അത് 4-5 വട്ടം വായിക്കുകയും വേണം. നിങ്ങൾ ഉറങ്ങുകയും ഉറക്കത്തിൽ സ്വപ്നം കാണുകയും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേന്ന് എഴുന്നേറ്റ ഉടനെ ആ കണ്ട സ്വപ്നം എന്താണ് എന്നത് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇതിന് ഡ്രീം ജേർണൽ എന്നാണ് പറയുക. ഇങ്ങനെ ഡ്രീം ജേർണൽ എഴുതുന്നത് ഒരു ശീലമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഡ്രീം ജേർണലുകൾ എഴുതുകയും പിറ്റേന്ന് ഉറങ്ങുന്നതിന് മുമ്പായി ആ ഡ്രീം ജേർണലുകൾ ഒന്ന് മറിച്ചു നോക്കുകയും വായിക്കുകയും ചെയ്യുക. ഡ്രീം ജേർണൽ എഴുതുന്നതിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ പല സ്വപ്നങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഡ്രീം ജേർണലുകൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത സമയത്ത് ഇതുപോലുള്ള ഒരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു സ്വപ്നമാണ് എന്ന്. അതായത് നമ്മൾ ആ ഡ്രീം ജേർണലുകൾ എഴുതുകയും ഇടയ്ക്കിടെ അത് മറിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളുടെ രീതി എന്തൊക്കെയാണ് എന്ന് നമുക്ക് ബോധമനസ്സുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെയുള്ളൊരു സ്വപ്നം വീണ്ടും ആവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഇത് സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഡ്രീം ജേർണലുകൾ എഴുതുന്നത്. ഇനി മൂന്നാമത് ചെയ്യേണ്ടത് ഉറക്കത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകമായി പറയേണ്ടത് നമ്മുടെ REM സ്ലീപ്പിനെ കുറിച്ചാണ്. REM സമയത്താണ് നമുക്ക് സ്വപ്നം കാണാനുള്ള സാധ്യതകളുള്ളത്. സ്വപ്നങ്ങൾ കാണുന്നതൊക്കെ REM സ്റ്റേറ്റിലാണ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേറ്റ്. ഈ സമയത്ത് മാത്രമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഉറക്കത്ത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് ഈ REM സ്റ്റേറ്റിലായിരിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ധ്യാനത്തിലേക്ക് മടങ്ങുകയും അതുപോലെ നമ്മൾ ലൂസിഡ് ഡ്രീമിലേക്ക് മടങ്ങുകയാണ് എന്ന് കരുതിക്കൊണ്ട് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഈ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇന്ന് രാത്രി പോയി നോക്കിയാൽ അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി ആരും കണക്കാക്കരുത്. മറിച്ച് കുറേ ദിവസങ്ങൾ ഒരുപക്ഷെ പരിശീലനം നടത്തേണ്ടി വരും. ചിലർക്ക് മാസങ്ങൾ വരെ എടുത്തേക്കാം ഒരു ലൂസിഡ് ഡ്രീം നടത്തണമെങ്കിൽ. എന്നിരുന്നാലും ഒരു വട്ടം ലൂസിഡ് ഡ്രീം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ലൂസിഡ് ഡ്രീം ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ ഡ്രീം ജേർണലുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നമ്മൾ സ്വപ്നത്തിലാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്വപ്നങ്ങളുടെ രീതികളെ, പാറ്റേണുകളെ മനസ്സിലാക്കാനാണ് ഡ്രീം ജേർണലുകൾ എഴുതുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ അതൊരു റിയാലിറ്റി ചെക്കാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് പല റിയാലിറ്റി ചെക്കുകളും നടത്തേണ്ടതുണ്ട് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യണമെങ്കിൽ. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ വാച്ചിലോ ക്ലോക്കിലോ നോക്കുന്ന സ്വഭാവം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം.
നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ 3 മണിയാണെങ്കിൽ ഒന്ന് കണ്ണ് മാറ്റി വീണ്ടും ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ 3 മണി തന്നെയാണ് കാണുക. എന്നാൽ ഇത് ആവർത്തിക്കുമ്പോൾ ഈ സ്വഭാവം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ക്ലോക്കിലേക്ക് ഇതുപോലെ നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കണ്ണ് അവിടുന്ന് എടുത്ത് വീണ്ടും അങ്ങോട്ട് നോക്കുമ്പോഴേക്ക് നേരത്തെ കണ്ട സമയം എത്രയാണോ ഒരുപക്ഷെ അതായിരിക്കില്ല രണ്ടാമത് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് റിയാലിറ്റി അല്ല, നമ്മൾ ഡ്രീമിലാണ് ഉള്ളത് എന്ന്. അങ്ങനെ ഡ്രീമിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കരുതുന്ന പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ബോധമനസ്സ് ആക്റ്റീവ് അല്ലെങ്കിൽ കൂടെ ഉപബോധ മനസ്സും അബോധ മനസ്സുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ അബോധ മനസ്സിലാണ് നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഭയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഹാബിറ്റുകൾ, നമ്മുടെ ദുശീലങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അബോധ മനസ്സിലാണ്. നമ്മൾ പോലും അറിയാതെ ആ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ അബോധ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ ചെറുപ്പം മുതലേ സ്റ്റോർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. ഈ അബോധ മനസ്സിൽ നിന്നും ഭയം ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കടന്നെത്തുമ്പോഴാണ് നമ്മൾ സ്വപ്നത്തിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോശമായ രീതിയിലുള്ള ഡ്രീമുകൾ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ അബോധ മനസ്സിലേക്ക് അത് കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി ലൂസിഡ് ഡ്രീമിംഗിലേക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്ന് കടക്കാം എന്നതിനെ കുറിച്ചൊന്ന് ചെറുതായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ശരീരത്തെയും മനസ്സിനെയും റിലാക്സ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ പ്രതിപാദിച്ചിരുന്നു. ഈ വീഡിയോക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പ്രത്യേകമായി ആ കാര്യത്തെ പ്രതിപാദിച്ചിരുന്നു. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ് ആദ്യം പറയാനുള്ളത്. ഈ ടെക്നിക്ക് പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ഡ്രീം ജേർണലുകളും റിയാലിറ്റി ചെക്കുകളുമെല്ലാം നിങ്ങൾ പ്രാവർത്തികമാക്കണം. എങ്കിൽ മാത്രമേ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് ഇതാണ്. രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ശരീരം മുഴുവൻ റിലാക്സ് ചെയ്ത് എല്ലാ മാംസപേശികളെയും ഫ്രീ ആക്കിക്കൊണ്ട് കിടക്കുക. അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു നിങ്ങൾ വലത് കൈ ആണ് കൂടുതലായി ഉപയോഗിക്കുന്നത് എങ്കിൽ വലത് കൈയും, അല്ലെങ്കിൽ ഇടം കൈയാണെങ്കിൽ ഇടത് കൈയും ഉപയോഗിക്കാം. ഏത് കൈയാണെങ്കിലും ശരി, നമ്മുടെ കൈപ്പത്തിയിലെ നമ്മുടെ വിരലുകൾ പതിയെ ചലിപ്പിക്കുക. നമ്മുടെ ചൂണ്ടുവിരലും മധ്യവിരലും പതിയെ ഒരു പിയാനോ വായിക്കുന്നത് പോലെ ചലിപ്പിക്കുക. ഒരു 10-30 സെക്കൻഡുകൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുക. ആ ആവർത്തനം തുടർന്നുകൊണ്ട് പോകുമ്പോൾ ആ വിരലുകളുടെ ചലനം പതിയെ നിങ്ങൾ നിർത്താൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ചലിപ്പിക്കേണ്ടതില്ല പിന്നീട്, പകരം ചലിക്കുന്നതായി നിങ്ങൾ മനസ്സിൽ കാണുക, സങ്കല്പിക്കുക. ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിയെ നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നതാണ്. ആ ഉറക്കത്തിലേക്ക് വീണ ഉടനെ നമുക്ക് റിയാലിറ്റി ചെക്ക് നടത്താം. റിയാലിറ്റി ചെക്ക് നടത്തി ഉറക്കത്തിലാണെന്ന് അല്ലെങ്കിൽ സ്വപ്നത്തിലാണെന്ന് മനസ്സിലാക്കി ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു ടെക്നിക്ക്. രണ്ടാമത്തെ ടെക്നിക്ക് കൂടുതൽ ഫലപ്രദമാണ്. രണ്ടാമത്തെ ടെക്നിക്ക് ഇങ്ങനെയാണ്. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു വളരെ കുറച്ച് സമയം ഇരുന്നു കൊണ്ട് ധ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ കുറച്ച് സമയം ഫ്രീ ആയി ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിക്കുക. അതിനുശേഷം നിങ്ങൾ രാവിലെ ഇപ്പോൾ വെള്ളം കുടിക്കാനാണ് പോകുന്നതെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ ചെയ്യുക. വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിക്കുക. പലർക്കും എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കേണ്ടതായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് പോയി വെള്ളം കുടിച്ച് നേരെ തിരിച്ചു വന്ന് ബെഡിലിരുന്ന് വീണ്ടും ഉറക്കത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് പതിയെ ധ്യാനത്തിലേക്ക് കടക്കുക. ഈ ഒരു ശീലം രാവിലെ നിങ്ങൾ ആവർത്തിക്കേണ്ടതുണ്ട്. എല്ലാ പകലും ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്, അതായത് അന്നേ ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി രാവിലെ എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ വിപരീത ഓർഡറിൽ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ എഴുന്നേറ്റ ഉടനെ കുറച്ച് നേരം ധ്യാനിക്കാൻ വേണ്ടിയിരുന്നു. കുറച്ച് നേരം ശരീരത്തെ ഫ്രീ ആക്കിക്കൊണ്ട് റിലാക്സ് ആക്കി ശ്വാസത്തെ ഉള്ളോട്ടും പുറത്തേക്കും എടുത്ത് നമ്മൾ കുറച്ച് നേരം ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി വെള്ളം കുടിച്ച് തിരിച്ചു വന്ന് ധ്യാനത്തിലേക്ക് ഇരുന്നു. അപ്പോൾ ഇതിനെ നേരെ വിപരീത ഓർഡറിൽ നമ്മൾ കുറച്ച് നേരം വെള്ളം കുടിക്കാൻ വേണ്ടി പോവുക, ധ്യാനിക്കുക, വെള്ളം കുടിക്കാൻ വേണ്ടി പോവുക, തിരിച്ചു വന്ന് വീണ്ടും ധ്യാനത്തിലേക്ക് കിടക്കുക, കിടന്ന് പതിയെ ഉറക്കത്തിലേക്ക് പോവുക. അപ്പോൾ ഇത് ഇങ്ങനെ റുട്ടീനായി കഴിഞ്ഞാൽ നമ്മൾ പോലും മനസ്സിലാക്കാതെ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതല്ലാതെ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാനുള്ള ധാരാളം ടെക്നിക്കുകൾ വേറെയും ഉണ്ട്.
ആ ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ തപ്പിയാൽ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ ലൂസിഡ് ഡ്രീമിനെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്. ലൂസിഡ് ഡ്രീമിങ്ങിന് വേണ്ടി മാത്രമായുള്ള വെബ്സൈറ്റുകളുണ്ട്. യൂട്യൂബ് ചാനലുകളിൽ ധാരാളം വീഡിയോകളുണ്ട്, പല ഭാഷകളിലുമായി പല വീഡിയോകളുമുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2 വിരലുകൾ അനക്കിക്കൊണ്ട് ലൂസിഡ് ഡ്രീമിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്നിക്ക് പറഞ്ഞിരുന്നല്ലോ. ആ ടെക്നിക്ക് വളരെയധികം ഫലപ്രദമാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് സംഭവിക്കുമ്പോൾ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിലല്ല, ഉണർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയും എന്നാൽ ശരീരം നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ദേഹത്ത്, നമ്മുടെ നെഞ്ചിൻ്റെ മുകളിൽ ഒരു കല്ല് കൊണ്ട് വെച്ചതുപോലെയോ അല്ലെങ്കിൽ നെഞ്ചിൽ ആരോ കയറി ഇരിക്കുന്നത് പോലെയോ നമ്മുടെ കഴുത്തിന് പിടിക്കുന്നത് പോലെയോ ഒക്കെ തോന്നുന്ന ഒരു പ്രതിഭാസമാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ലീപ്പ് പാരാലിസിസ് അനുഭവിക്കുമ്പോൾ നമുക്ക് ശരീരം എഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ല, പക്ഷേ ഈ വിരലുകളെ ചലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉറക്കത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ കൂടെ നമുക്ക് ബോധമനസ്സിലേക്ക് പൂർണ്ണമായും കടന്നു വരാൻ സാധിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് സ്ലീപ്പ് പാരാലിസിസ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ 2 വിരലുകളെ ചലിപ്പിച്ചുകൊണ്ട്, മുമ്പേ ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ 2 വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൂസിഡ് ഡ്രീമിലേക്ക് കടക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട ആവശ്യമുള്ള, നമുക്ക് എന്തൊക്കെ കാണണമോ, ഏത് തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണണമോ ആ സ്വപ്നങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് കൂടുതലായി അറിവുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ വിടാം.